നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ചിങ്ങപ്പിറവി നാടെങ്ങും കർഷക ദിനമായി ആഘോഷിച്ചു. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച കുടുംബകൃഷി നടപ്പാക്കുന്നത് കേരളത്തിന്റെ പരമമായ ബാധ്യതയെന്ന് MLA മുല്ലക്കര രത്നാകരൻ. പുനലൂർ നഗരസഭയിലെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുനലൂർ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം, എറണാകുളം ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയങ്ങളിലൂടെ ഇടതു പാർട്ടികളുടെ വ്യക്തിത്വം ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് KP ഗണേഷ് കുമാർ. വൈദ്യുത ചാർജ് വർധനവിനെതിരെ പത്തനാപുരത്ത് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച കുടുംബകൃഷി നന്നായി നടപ്പാക്കുക കേരളത്തിന്റെ പരമമായ ബാധ്യതയെന്ന് MLA മുല്ലക്കര രത്നാകരൻ. ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബകൃഷി വർഷത്തിൽ എല്ലാ കുടുംബങ്ങളും കൃഷി ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഈ കുടുംബകൃഷി എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ ദിവസവും മലക്കറി പുറത്തുനിന്ന് മേടിക്കണമെന്ന് വെക്കരുത്. ഒരു മാസമോ 2 മാസമോ എങ്കിലും വീട്ടിന്റെ ചുറ്റിലുമുള്ളിടത്തുനിന്ന് ഇലയോ കറിയോ എന്തെങ്കിലുമൊക്കെ ആയി നമ്മുടെ ആഹാരത്തിന് കണ്ടെത്താനുള്ള ഒരു പുതിയ രീതി. കുടുംബകൃഷി എന്ന് പറഞ്ഞാൽ 5 സെന്റ് ഉള്ളവർക്ക് കുടുംബകൃഷി ചെയ്യാൻ പ്രയാസമാണ്. ഇപ്പോഴൊരു തീം വരുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു പ്രദേശത്ത് കിടക്കുന്ന മൊത്തം ഭൂമി അത് ഒരുമിച്ച് ചേർന്ന്, ഇപ്പൊ വയലിൽ മാത്രമാണ് അതുള്ളത് കൂട്ടുകൃഷിയുള്ളത്, പക്ഷേ നമുക്ക് കരയിലും കൂട്ടുകൃഷി തുടങ്ങാം. കൃഷിഭവനും സഹകരണ സംഘങ്ങളും പഞ്ചായത്തും എല്ലാം ചേർന്ന് കുടുംബകൃഷി നടപ്പിലാക്കി കാർഷിക പക്ഷ ലോകത്തേക്ക് നീങ്ങണമെന്ന് മുല്ലക്കര ചൂണ്ടിക്കാട്ടി. ഭൂവിനിയോഗ നയം നടപ്പിലാക്കാത്തത് കേരളത്തിലെ കാർഷിക രംഗത്തെ ബാധിച്ചു. വീടിനു സമീപം റബ്ബർ നടുന്നത് നന്നല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിർഭാഗ്യവശാൽ കേരളത്തിനൊരു ഭൂവിനിയോഗ നയം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ഫലം നമ്മൾ എവിടെയും റബ്ബർ വെച്ചു, വയലിലും റബ്ബർ വെച്ചു, അടുക്കളയിലും റബ്ബർ വെച്ചു. ഈ വീട്ടിന്റെ തൊട്ടടുത്ത് റബ്ബർ വയ്ക്കുന്ന ലോകത്തിലെ ഏക ഇടം കേരളമാണ്. റബ്ബറിന് ലോകത്ത് പലരും പറയുന്നത് നല്ല വൃക്ഷമെന്നല്ല, രാക്ഷസ വൃക്ഷമെന്നാണ്. അതായത് റബ്ബറിന്റെ മണവും റബ്ബറിൽ വരുന്ന ജീവികളും മനുഷ്യന്റെ ശത്രുക്കളാണ്. എന്നാലും നമ്മൾ സർവ്വടത്തും റബ്ബർ വെച്ചു. അപ്പൊ നമ്മൾക്ക് ഇതിനൊരു പ്ലാൻ വേണം. ഭൂവിനിയോഗം എങ്ങനെയാണ്? അങ്ങനെ വിനിയോഗത്തിൽ ലാഭം കിട്ടുന്ന വിളയെടുക്കുന്നവർ മറ്റ് ലാഭം കിട്ടാത്ത വിലയെടുക്കുന്നവർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ഇതിലൊരു ക്രമീകരണം എങ്ങനെയാണ്? ഒരു നയം എങ്ങനെയാണ്? ഈ കാര്യത്തിലെല്ലാം ഒരു കാർഷിക മേഖലയിലെ വിപുലമായ ചർച്ചയും ശാസ്ത്രീയമായ സമീപനവും ലോക കമ്പോളത്തെക്കുറിച്ചുള്ള അറിവും ഇല്ലാതിരുന്നാൽ കേരളത്തിൽ ഒരുപാട് അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട്. അടുത്തുള്ള ആഹാരം ആരോഗ്യത്തിനും അകലെയുള്ള ആഹാരം രോഗത്തിനും കാരണമാകുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി. കൃഷി ഓഫീസർ N ഭാസ്കരപിള്ള സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം S ആനന്ദകുസുമം, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ തലവരമ്പ് അൻസർ, സിനി S, ഷൈല BV, ചിതറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരകുളം ബാബു, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കുലായിൽ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K മീര, മാജിദ യൂസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മടത്തറ അനിൽ, തുമ്പമൺ തൊടിരാജൻ, ശബരിനാഥ് KB, പേഴുമൂട് സണ്ണി, മുലശ്ശേരി നജീം, മധുര വിജയൻ, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വൈസ് പ്രസിഡന്റ് കണ്ണങ്കോട് സുധാകരൻ എന്നിവർ ചേർന്ന് കർഷകരെ ആദരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K മോഹനചന്ദ്രൻ നായർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ചിങ്ങപ്പിറവി കർഷക ദിനമായി ആഘോഷിച്ച് പോരയിടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ. കാർഷിക സെമിനാറുകളും പശ്ചിമഘട്ടത്തെ ആസ്പദമാക്കിയുള്ള ഫോട്ടോ പ്രദർശനം എന്നിവയടക്കം വൈവിധ്യമാർന്നതായിരുന്നു പരിപാടി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങൾ, പശ്ചിമഘട്ട പ്രദേശങ്ങളുടെ ഫോട്ടോ പ്രദർശനം, ഡോക്യുമെന്ററി, കൃഷിവേദി, യുവ കർഷകരെ ആദരിക്കൽ തുടങ്ങി വിവിധ പരിപാടികളോടെ 16, 17 തീയതികളിലായിരുന്നു കർഷക ദിനാചരണം. കൃഷിവേദി MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് GK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. VHSC പ്രിൻസിപ്പൽ P അനുരാധ സ്വാഗതം പറഞ്ഞു. കൊളീജിയേറ്റ് എഡ്യൂക്കേഷണൽ ഡയറക്ടർ M നന്ദകുമാർ IAS മുഖ്യപ്രഭാഷണം നടത്തി. ഔഷധ സസ്യങ്ങളുടെയും കാർഷികോത്പന്നങ്ങളുടെയും പ്രദർശനം കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ C മോഹനൻപിള്ള ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജൈവ വൈവിധ്യം കേരളത്തിന്റെ കാണാസമ്പത്ത് എന്ന വിഷയത്തിൽ ജൈവ വൈവിധ്യ ബോർഡ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ PG പ്രദീപ് കുമാർ സെമിനാർ നയിച്ചു. മൺപെരുമ എന്ന വിഷയത്തെ ആസ്പദമാക്കി സോയിൽ കൺസർവേഷൻ ഓഫീസർ VV പ്രകാശൻ സെമിനാർ നയിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ K പ്രകാശ് കുമാർ, ഹെഡ് മിസ്ട്രസ് വത്സലകുമാരി, NSS ജില്ലാ കോർഡിനേറ്റർ രാജലാൽ B, ദീപ R, സ്റ്റാഫ് സെക്രട്ടറി G രാജേന്ദ്രൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു.
MLA മുല്ലക്കര രത്നാകരൻ ചടങ്ങ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BL രമാഭായിയമ്മ അധ്യക്ഷയായി. കൃഷി ഓഫീസർ സുരേഷ് വി സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള കർഷകരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ലാലുകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA സത്താർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. A ഗ്രേഡ് ലീഡ് ഹരിത സംഘത്തിന്റെ ഉദ്ഘാടനം മുല്ലക്കര രത്നാകരൻ MLAയും സ്റ്റോർ റൂമിന്റെ ഉദ്ഘാടനം BL രമാഭായിയമ്മയും നിർവഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K ബാബു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S രജിരാജനും സംഘത്തിനും പുനലൂരിൽ ചൊവ്വാഴ്ച KPCC ഉപാധ്യക്ഷൻ VD സതീശൻ അംഗത്വം നൽകും. മാർക്കറ്റ് ജംഗ്ഷനിൽ വൈകിട്ട് 5-നാണ് പരിപാടി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകദേശം 500ഓളം CPI പ്രവർത്തകർ CPI പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിനാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ മേഖലകൾ എന്ന് പറയുമ്പോൾ അതിൽ LC സെക്രട്ടറിമാരുണ്ട്, LC മെമ്പർമാരുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുണ്ട് തുടങ്ങിയ ഏതാണ്ട് 500ഓളം പ്രവർത്തകർ സജീവമായി പുനലൂർ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുത്തു നിന്ന് പ്രവർത്തിച്ചു വന്നിരുന്ന ആളുകൾ. അവരാണ് ഈ പാർട്ടിയോട് നിന്നും രാജിവെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് രേഖാമൂലം കത്ത് നൽകുകയും ആ കത്ത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പുനലൂർ പ്രദേശത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വ യോഗം 1-2 തവണ വിളിച്ചുകൂട്ടി ആലോചിച്ച് തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു. നാളെ വൈകിട്ട് 4:30 മണിക്ക് പുനലൂർ TV ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന CPIയിൽ നിന്നും രാജിവെച്ചു വന്ന പ്രവർത്തകരുടെ മാത്രമായ പ്രകടനം, ആ പ്രകടനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് KPCCയുടെ ഉപാധ്യക്ഷൻ ശ്രീ VD സതീശൻ MLA മാർക്കറ്റ് ജംഗ്ഷനിൽ ചേരുന്ന ആ വൻപിച്ച കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന അവിടെ വെച്ച് ഈ പറഞ്ഞ CPIയിൽ നിന്നും രാജിവെച്ചു വന്ന പ്രവർത്തകന്മാർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പും വിതരണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിലെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുനലൂർ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. സമസ്ത മേഖലകളിലും പരാജയമായി മാറിയ ഇടതുഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം. KSRTC ബസ് സ്റ്റാൻഡ് നവീകരണം, പ്ലാച്ചേരിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങി വിവിധ വിഷയങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തിയത്. പുനലൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് S സനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് SJ പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു സഖാവാണ് ഇന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പദം അലങ്കരിക്കുന്നത്. കൊല്ലം ജില്ലാ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇന്റർവ്യൂകളിൽ, അവിടുത്തെ ഒഴിവുകളിലേക്ക്, ജില്ലാ ആശുപത്രിയിലേക്ക് നടക്കുന്ന ഒഴിവുകളിലേക്ക് നടക്കുന്ന ഇന്റർവ്യൂകളിൽ ഉദ്യോഗാർത്ഥികളുടെ പക്കൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് മെറിറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കൊല്ലം കോർപ്പറേഷനിൽ ഭരണത്തിലിരിക്കുന്ന CPMന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഭരണസമിതി ഒട്ടനവധി അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് പുനലൂർ മുനിസിപ്പാലിറ്റിയും അഴിമതികൾ നിറഞ്ഞ ഭരണത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് TS ബിനു സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സഞ്ജു ബുഖാരി, SC സഞ്ജയ് ഖാൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് C വിജയകുമാർ, S രാധാകൃഷ്ണൻ, G ജയപ്രകാശ്, മണിയാർ ബാബു, N അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാലപ്പഴക്കത്തിൽ തകർന്ന കക്കൂസിന് പകരം പുതിയത് അനുവദിക്കണമെന്ന അപേക്ഷയുമായി നാളുകളായി അലയുകയാണ് ചിതറ ഗ്രാമപഞ്ചായത്തിൽ ഒരു വൃദ്ധ. മാങ്കോട് വാർഡിലെ താമസക്കാരിയാണ് ഇവർ.
ചിതറ ഗ്രാമപഞ്ചായത്തിലെ മാങ്കോട് വാർഡിലെ ലക്ഷം വീട് കോളനിയിൽ 6-ാം നമ്പർ വീട്ടിലെ താമസക്കാരിയായ നബീസ ബീവിയാണ് കക്കൂസ് അനുവദിക്കണമെന്ന അപേക്ഷയുമായി അധികൃതരുടെ പിന്നാലെ നാളുകളായി അലയുന്നത്. 25 വർഷം പഴക്കമുള്ള ഇവരുടെ കക്കൂസ് കുഴിയുടെ മൂടി തകർന്ന നിലയിലാണ്. ഏതു നിമിഷവും അത് പൂർണ്ണമായും തകർന്നു വീഴാം. പലതവണ ഗ്രാമസഭയിൽ അപേക്ഷിച്ചിട്ടും നബീസയുടെ അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല. 2 വർഷമായി മോനെ ഇങ്ങനെ ഇടിഞ്ഞു കിടന്നു. മോളിയെ വിളിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു, എത്തിയമ്പറ വിളിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു. പിന്നെ മറ്റേ സാറ് ഇതിൽ നിൽക്കുന്ന ശിവദാലൻ അതിനെ വിളിച്ചിട്ടുണ്ടെന്ന് കാണിച്ചു. ഇവരുടെ എല്ലാവർക്കും പറഞ്ഞ അനത്ത് ഇവരാരും ഒന്നും ചെയ്തു തരുന്നില്ല. 2 കൊല്ലം കൊണ്ട് ഇതിനെ കിടക്കുകയാണ്. ഇതിപ്പോൾ ഇവിടുന്ന് വീഴാറായി. ഒരപേക്ഷയും അവരെടുക്കുകയില്ല, ഇത് ശരിയാക്കി തരികയില്ല. രാമശാന്റെയിലൊക്കെ കൊടുത്തു, ഇപ്പോഴും കൊടുത്ത അപേക്ഷ എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. വാർഡുതല ഗ്രാമസഭകൾ നടക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇത്തവണയെങ്കിലും തന്റെ അപേക്ഷ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് നബീസ ബീവി. തകർന്ന കക്കൂസ് സമീപവാസികളെയും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും അവർ ഈ അപേക്ഷ എടുക്കുകയില്ല, ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോഴത്തേക്ക് ഹെൽത്തിൽ നിന്ന് വരെ ഇവിടെ ആൾ വന്ന് ഇത് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് പറഞ്ഞ് ഇതെന്തെങ്കിലും പഞ്ചായത്തുകാരുടെ അടുത്ത് പറഞ്ഞ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പഞ്ചായത്തുകാരുടെ അടുത്ത് പറഞ്ഞ് എന്നിട്ട് പോലും ഒന്നും ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തിരുവനന്തപുരം, എറണാകുളം ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയങ്ങളിലൂടെ ഇടതു പാർട്ടികളുടെ വ്യക്തിത്വം ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് കെ.ബി. ഗണേഷ് കുമാർ. പത്തനാപുരം കിഴക്കേ ഭാഗത്ത് കേരള കോൺഗ്രസ് ബിയിലേക്ക് പുതുതായി എത്തിയവർക്ക് അംഗത്വം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാക്കന്മാർക്ക് പാർട്ടിയുടെ നടപടിയെടുക്കും. എറണാകുളത്ത് മറ്റൊരു സ്ഥാനാർത്ഥികളുടെ സംശയമുണ്ടെന്ന് പറയുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുത്ത് കൊല്ലം ജില്ലയിലെ ഒരു പ്രമുഖനായ വിദേശ മലയാളിയായ പണക്കാരനാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പ്രസിഡന്റ് വൈസ് സെക്രട്ടറിയായിരുന്ന കോൺഗ്രസുകാരിയായ പ്രസിഡന്റിന്റെ വൈസ് സെക്രട്ടറിയായി പ്രവർത്തിച്ച് കോൺഗ്രസ് സർക്കാരിന്റെ UPA സർക്കാരിന്റെ എല്ലാ ആനുകൂല്യം പറ്റി കൊച്ചി വിശ്രമ ജീവിതം നയിക്കാൻ വന്നയാൾ LDFിന്റെ സ്ഥാനാർത്ഥിയായെങ്കിൽ അത് പേയ്മെന്റ് സീറ്റാണോ എന്ന പേരിൽ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ആണെന്ന് എന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. അത് വാങ്ങിക്കൊടുത്തതിന് പേയ്മെന്റ് നൽകിയത് കൊല്ലത്തുള്ള അന്തർദേശീയ ബിസിനസ് ചെയ്യുന്ന പ്രവാസി മലയാളിയായ ഒരാൾ. അതാരാണ് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. കൊല്ലത്തെ ജില്ലയിൽ വിദേശത്തുള്ള ഏറ്റവും വലിയൊരു പണക്കാരൻ. അതേപോലെ ഈ പറയുന്ന പ്രസിഡന്റിന്റെ വൈസ് സെക്രട്ടറിയെ കൊണ്ട് പല ഗുണങ്ങൾ ഉണ്ടാക്കി. പ്രസിഡന്റ് തന്നെ ഈ വൈസ് സെക്രട്ടറി നിർദ്ദേശപ്രകാരം ഈ പ്രവാസ മലയാളിയുടെ പല ഗുണങ്ങളും കൊല്ലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പുറകോട്ട് ചിന്തിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കേരളത്തിലാണ് ഈ സീറ്റ് കിട്ടിയത്. അല്ലാതെ കോൺഗ്രസുകാരുടെ കൂടെ നടത്തി കോൺഗ്രസ് പാർട്ടിയോടൊപ്പം UPA സർക്കാരിന്റെ കാലത്ത് പ്രസിഡന്റിന്റെ കോൺഗ്രസുകാരിയായ പ്രതിഭ പട്ടേലിന്റെ സെക്രട്ടറിയായി എത്തിയതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ബേബി പുതുതായി ഒന്നും അന്വേഷിക്കേണ്ട, അത് പേയ്മെന്റ് തന്നെയാണ്. വരും ദിവസങ്ങൾ ആ പേയ്മെന്റിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോളൂ, ആ നാട്ടുകാരെ അറിയിച്ചോളൂ, അറിയിക്കാതിരുന്നോളൂ, അത് വരാൻ കാര്യം. സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കോടികൾ വാങ്ങിയതിൽ LDFിലെ ചില പ്രമുഖ നേതാക്കൾക്കുള്ള പങ്ക് വ്യക്തമാണ്. LDF നേതൃത്വം തകർച്ചയുടെ വക്കിലാണ്. LDF പ്രവർത്തകരിൽ ഭൂരിഭാഗം പേരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ചടങ്ങിൽ SFCK ബോർഡ് അംഗം വാസുദേവൻ നായർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, കോൺഗ്രസ് ബി പിറവന്തൂർ മണ്ഡലം പ്രസിഡന്റ് MB ഗോപിനാഥ് പിള്ള, ജില്ലാ ട്രഷറർ തങ്കച്ചൻ, പത്തനാപുരം നിയോജക മണ്ഡലം സെക്രട്ടറി റിയാസ് മുഹമ്മദ്, യൂത്ത് ഫ്രണ്ട് ബി പിറവന്തൂർ മണ്ഡലം പ്രസിഡന്റ് റിജു ചേകം തുടങ്ങിയവർ സംസാരിച്ചു. LDFിൽ നിന്നും BJPയിൽ നിന്നുമുള്ള പ്രവർത്തകരാണ് കേരള കോൺഗ്രസ് ബിയിൽ ചേർന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വൈദ്യുത ചാർജ് വർധനവിനെതിരെ പത്തനാപുരത്ത് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. പത്തനാപുരം KCB ഓഫീസിനു മുന്നിൽ പ്രവർത്തകർ ധർണ നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് വസന്ത ബാലചന്ദ്രൻ പറഞ്ഞു. നമ്മൾ എങ്ങനെ കൃഷിക്ക് അനുകൂലമായി നമ്മളൊരു കറണ്ട് ചാർജിൽ ഉൾപ്പെടുത്തി നമ്മളൊരു മീറ്റർ വെച്ച് നമ്മളല്ലെങ്കിൽ നമ്മളൊരു പൈപ്പ് എടുക്കും. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ നമുക്കുള്ള വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വില റേറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പിന് മുളകിന് പണ്ടൊക്കെ പറയാറുണ്ട്, ഉപ്പിന് മുളകിന് കൊട്ടം പാലിന് തീവിലയാണ് എന്ന്. പക്ഷേ അതെല്ലാം മാറി, ഇപ്പം അതെല്ലാം മാറ്റം ചെയ്തിരിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പിന് മുളകിന് മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം ഏതൊരു കാര്യത്തിന് ചെന്നാലും നമുക്കവിടെ ആ വില വർധനവേ നമുക്ക് കാണാൻ പറ്റും. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവകിയമ്മ, BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വില്ലൂർ സന്തോഷ്, മാലൂർ ഉണ്ണികൃഷ്ണൻ, പാത്തിരിക്കൽ ശശിധരൻ, വാസുദേവൻ പിള്ള എന്നിവർ സംസാരിച്ചു. മഹിളാ മോർച്ച പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് P സുനിത അധ്യക്ഷയായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
ശ്രീശൈലം ഓഡിയോസിന്റെ ബാനറിൽ ആരംപുന്ന ഗ്രാമോദ്ധാരണ കലാസമിതി പുറത്തിറക്കിയ എന്റെ മണികണ്ഠസ്വാമി എന്ന ഭക്തിഗാന ആൽബം പ്രകാശനം ചെയ്തു. ആരംപുന്ന ആയിരവല്ലി അയ്യപ്പസ്വാമി ഗീതങ്ങൾ അടങ്ങിയതാണ് ആൽബം. പന്തളം കൊട്ടാരത്തിലെ രാജപ്രമുഖൻ ഭരണി തിരുനാൾ അശോകവർമ്മരാജ CD പ്രകാശനം ചെയ്തു. നഗരസഭാ മുൻ ചെയർമാൻ MA രാജഗോപാൽ, NSS ഡയറക്ടർ ബോർഡ് അംഗം കരിക്കത്തിൽ K തങ്കപ്പൻപിള്ള, BJP ദക്ഷിണ മേഖല ജനറൽ സെക്രട്ടറി MS ശ്യാംകുമാർ എന്നിവർ പങ്കെടുത്തു. അയ്യപ്പ ഭക്തിഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അഞ്ചൽ ഉദയകുമാറാണ്. അമ്മവീട്ടിൽ രാജേഷ്, ആനൂർ ശശി, സുജിത് സുരേന്ദ്രൻ, ശ്രീമോൻ മംഗലത്ത്, ആതിര എന്നിവരാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ബിനു സരിക, സൈജു സത്യൻ, അജികുമാർ, പ്രദീപ്, രശ്മി വിനോദ്, പൂജ, അഭിനന്ദ്, പാർവതി M നായർ, കാർത്തിക S നായർ, സനൂപ് എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിങ്ങപ്പിറവി നാടെങ്ങും കർഷക ദിനമായി ആഘോഷിച്ചു. ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച കുടുംബ കൃഷി നടപ്പാക്കുന്നത് കേരളത്തിന്റെ പരമമായ ബാധ്യതയെന്ന് MLA മുല്ലക്കര രത്നാകരൻ. പുനലൂർ നഗരസഭയിലെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പുനലൂർ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം, എറണാകുളം ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയങ്ങളിലൂടെ ഇടതു പാർട്ടികളുടെ വ്യക്തിത്വം ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് KP ഗണേഷ് കുമാർ. വൈദ്യുത ചാർജ് വർധനവിനെതിരെ പത്തനാപുരത്ത് മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.